It's 7 a.m. in the morning and it's still too dark outside, and I'm feeling so unmotivated early in the morning when I get up or wake up. Yeah. Welcome back. ഫസ്റ്റ് തിങ് ഓഫ് കോഴ്സ് ഞാൻ പോണിറ്റെയിൽ കിട്ടിയെന്നില്ല കേട്ടോ കിടന്നുറങ്ങിയത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തിങ് ഓഫ് കോഴ്സ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് രാവിലെ എണീക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ സാധാ 4 മണി 4:30 ആ ഒരു ടൈമിൽ എണീക്കുന്ന വ്യക്തി വർക്കുള്ള ദിവസം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ 4 മണി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ കാണുന്നത് ഇവിടെ വന്ന ശേഷം. അല്ലെങ്കിൽ നാട്ടിൽ വല്ല ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ എണീക്കുന്ന ഒരു ടൈമിൽ. അപ്പം അത്രയും ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളിവിടെ താമസിക്കുമ്പോൾ. സെൽഫായിട്ട് നമ്മൾ അലാറം വെച്ച് എണീറ്റ് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ 7 മണിക്കല്ല 6 മണിക്ക് എണീറ്റുണ്ട്. 1 അവറോളം ഞാൻ റീല് കണ്ട് കിടന്നു. ലൈക്ക് ഐ എം ഫീലിംഗ് അൺമോട്ടിവേറ്റഡ്. എന്താ പറയുക, വിൻ്റർ ടൈമിൽ പ്രത്യേകിച്ച്, കാരണം വെളിയിൽ വെട്ടമില്ല. അപ്പോൾ 7 മണിയായിട്ട് തന്നെ നിങ്ങൾ വെളിയിൽ അവസ്ഥ ഉണ്ടോ? അത് ഞാൻ ഇതിട്ടിട്ടാണ്, ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് അത്രയെങ്കിലും വെട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഫുള്ള് മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. ഒത്തിരി പെയ്തിട്ടില്ല എങ്കിലും മഞ്ഞ് പെയ്ത് കിടക്കുക, നല്ല തണുപ്പുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഇവിടെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നത് എനിക്കൊരു ടാസ്ക്കാണ്. ഉണ്ടാക്കി നമ്മൾ കഴിക്കണമല്ലോ. അപ്പം ഇന്നെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചോറും ഇന്നലത്തെ ചിക്കൻ കറിയാണ്. ലൈക്ക് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കാരണം വീട്ടിലുണ്ടായിരുന്ന ടൈമിൽ പറ്റത്തില്ല എനിക്ക് ചോറ് രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നിവൃത്തിയില്ല, ചോറ് കഴിക്കാണ്ട് എനിക്കൊരു നിവൃത്തിയില്ല. വേറെ സാധനങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ മടിയാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ടൈമില്ല, വിശപ്പാണ്. സോ
ആണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് ആണ്. ടോപ്പിക്സ് ഉണ്ട്, എനിക്ക് അത്യാവശ്യം ഒത്തിരി ഉണ്ട് പഠിക്കാൻ. എനിക്ക് കംപ്ലീറ്റ് എവിടെ വരെ എനിക്ക് പഠിക്കാനുള്ളതാണ്, അല്ല ഇവിടെ വരെ പഠിക്കാനുള്ളതാണ്. ഒത്തിരി ഉണ്ട്, കാണുമ്പോൾ കുറച്ചുള്ളൂന്നുണ്ടെങ്കിലും അത് കൂടുതലുണ്ട്. അതും അതല്ലാണ്ട് കുറച്ചുകൂടെ എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ട്. കുറച്ച് ടാബ്ലറ്റ്സിനെ പറ്റി പഠിക്കാണ്ട്, മെഡിക്കാമെൻറ്റിനെ പറ്റി പഠിക്കാണ്ട്, അങ്ങനെ കുറച്ചുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എപ്പോൾ തീരും എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ എനിക്കൊരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. ഞാൻ പണ്ട് ഇങ്ങനെ ടാസ്ക് കൊടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അടുത്തൊരു അതെന്താണ് വിറ്റാമിൻ സിൻ്റെ സിനമയുടെ ഒക്കെയുള്ള ഒരു മാസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മാസ്ക് ഇടും വെൻ ഞാൻ ഡയബറ്റീസ് എന്താണെന്നും ഡയബറ്റീസിൻ്റെ രണ്ട് ഫോം ഓഫ് ഡയബറ്റീസ് ടിപ്പ് 1 ടിപ്സ് 5 എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഡെഫിനിഷൻ, ഉത്സാഹൻ, റിസ്ക് ഫാക്ടോറൻ, സിംറ്റോം, തെറാപ്പി, ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മാസ്ക് ഇടുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക ഗൈസ്, പഠിക്കട്ടെ. So, Diabetes mellitus ist eine chronische Stoffwechselerkrankung, der Körperschwierigkeiten hat, den Blutzuckerspiegel zu regulieren. Die geschieht entweder die Körper nicht mehr, weil der Körper nicht genug Insulin produziert oder die vorhandene Insulin nicht richtig nutzen kann. Insulin ist ein Hormon, das notwendig ist, damit Zellen Glucose aus dem Blut aufnehmen können, um daraus Energie zu gewinnen. So, ഒന്നുകൂടെ പറയാൻ പോവാണ് എന്താണ് ഡയബറ്റീസ് എന്നുള്ളത്. Diabetes mellitus ist eine chronische Stoffwechselerkrankung, der Körperschwierigkeiten hat, den Blutzuckerspiegel zu regulieren. Die geschieht aus രാവിലെയാണെങ്കിലും രാത്രിയാണെങ്കിലും സമയം ഇപ്പം 10:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മാസ്ക് ഇടാൻ വേണ്ടി പോകാൻ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇവിടെ 9:30 ആകുമ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങുന്ന ആളായതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കണ്ണിൻ്റെ കളറൊക്കെ പയ്യെ മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാസ്ക് ഇടാൻ പോകുന്നത്. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉറങ്ങാണ്ടിരിക്കാൻ ഞാൻ എന്നെ തന്നെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഓരോരോ ടാസ്കുകളാണിത്. ഓക്കെ, നല്ല മണമുണ്ട്. കണ്ടോ, ഇത് ഒരുമാതിരി ഒരു ചില്ലി ഫോം അല്ലേ? നമ്മൾ മാസ്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇരുന്ന് പഠിക്കട്ടെ. ആൻഡ് ആ ഒരു ടൈമിലേക്ക് മാസ്ക് എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ പോകാം. അപ്പോൾ അങ്ങനെ ഉറക്കം കുറച്ച് നേരം പോയി കിട്ടും. മാസ്ക് ഇട്ടപ്പോൾ തന്നെ ഉറക്കം കുറച്ച് പോയിട്ടോ, കാരണം നല്ല തണുപ്പുണ്ട് ഈ മാസ്കിന്. സീരിയസ്ലി നല്ല തണുപ്പുണ്ട്. അങ്ങനെ വീശിയും കൂടെ കൊടുക്കുമ്പോഴേ നല്ല സുഖം മുഖത്തിന്. Don't play with it, don't be dishonest. Ay, still not understand.